നിന്റെ സഹായം സ്വീകരിച്ച ഞാൻ തന്നെ നിന്നെ ശിക്ഷിച്ചിരിക്കുന്നു. അതും ആരും തരാത്ത വിധമുള്ള ശിക്ഷ. അല്ലെങ്കിൽ നീ എന്റെ പിന്നാലെ തന്നെ വരുമായിരുന്നു. അങ്ങനെ നീ ഗുഹ വരെ വന്നിരുന്നെങ്കിൽ ഞാൻ വലിയ പ്രശ്നത്തിലായിത്തീരും. സൂര്യഗ്രഹണത്തിനുള്ള സമയമായിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് ഗുഹയ്ക്കുള്ളിൽ എത്തിച്ചേരണം. ഇപ്പൊ എനിക്ക് അർജുന്റെ ജീവനല്ല പ്രധാനം, എന്റെ അമ്മയാണ്. അർജുൻ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെ പോയതായിരിക്കും? അർജുനോട് ജോലിക്ക് വന്നത് തന്നെ അനന്യയെ കാണാൻ വേണ്ടിയായിരുന്നല്ലോ. ചിലപ്പോൾ അവളോട് ചോദിച്ചാൽ അർജുൻ എവിടെ പോയതാണെന്ന് അറിയാൻ കഴിയും. ആ സർ, ഈ അനന്യ എന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ആ അതെ, ഉണ്ടല്ലോ. അതെൻ്റെ മകളാണ്. പക്ഷേ അനന്യയെ കരൺ എങ്ങനെ അറിയാം? കരൺ ആദ്യമായിട്ടല്ലേ ഈ വീട്ടിലേക്ക് വരുന്നത്. അത് പിന്നെ ഞാനും അർജുനും ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. അപ്പോഴൊക്കെ നിങ്ങളുടെ മകൾ അനന്യയെക്കുറിച്ച് അവൻ പറയാറുണ്ട്. അങ്ങനെ എനിക്കറിയാവുന്നേ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അർജുനും നിങ്ങൾക്ക് തമ്മിൽ എന്തോ രഹസ്യമുള്ളതുപോലെ തോന്നുന്നു. സത്യത്തിൽ അർജുൻ അവിടുത്തെ എക്സ് എംപ്ലോയി ആണോ അതോ വേറെന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? ഇല്ലില്ല സർ, അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് അവൻ എൻ്റെ എക്സ് എംപ്ലോയി മാത്രമാണ്. അതുമാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കും അവനിടയിൽ ഒരു തരത്തിലെ ഏട്ടൻ അനുജൻ ബന്ധമാണുള്ളത്. ഓഹോ, അങ്ങനെ. അല്ല, അർജുൻ ഈ ജോലിക്ക് പോകുന്നിടത്തെല്ലാം ഇതുപോലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയാൽ അത് കഷ്ടാവില്ലേ? ഞാൻ എന്തിനു വേണ്ടി അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുമ്പ് അർജുൻ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്തു. നിങ്ങൾ അവനേക്കാൾ വയസ്സിന് മൂത്ത ആളാണെന്നും ജ്യേഷ്ഠനാണെന്നും ഒക്കെ കരുതിയിരുന്നു. ഇപ്പോ വിക്രമനോടൊപ്പം ജോലി ചെയ്യുന്നു. വിക്രമിനൊരു മകളുണ്ട്. വിക്രമിനെ മാമനാണെന്ന് വിചാരിച്ചാൽ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോ ഇത് മാമനാണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു തരണമെന്ന് പറഞ്ഞാൽ? ചെറിയ പ്ലീസ്, ദയവേത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അർജുൻ അങ്ങനെ ഒരാളല്ല. മാത്രമല്ല, അർജുൻ്റെ നല്ല ഗുണത്തിന് കരൺ കാണിക്കുന്ന ഈ സ്നേഹം തന്നെ തെളിവല്ലേ? എന്താ ശരിയല്ലേ കരൺ? എനിക്കെന്തോ ഈ ചേട്ടൻ അനുജൻ ബന്ധത്തില് എന്തോ കുരുക്കുള്ളത് പോലെ തോന്നുന്നു. അത് പോട്ടെ, ഈ വിഷയത്തിലൊക്കെ ഞാൻ എന്തിനാ ഇടപെടുന്നത്? കരൺ, എൻ്റെ ചെറിയച്ഛൻ ഇങ്ങനെയാ. എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന് സംശയമാ. കാരണം അത് കാര്യമാക്കണ്ട. സാരമില്ല സാർ, എനിക്ക് അർജുൻ എവിടെയാണുള്ളതെന്ന് കണ്ടുപിടിക്കണം. ഞാൻ ഇറങ്ങും സാർ. ഒരു പക്ഷേ അർജുനോട് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സാറിനെ ഫോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. തീർച്ചയായും ഞാൻ വിളിക്കാം. താങ്ക് യു സാർ. ഞാൻ ഇറങ്ങുക. സി യു. ഇക്കാരൻ ഒരുപക്ഷെ കള്ളം പറയായിരിക്കുന്ന എനിക്ക് തോന്നുന്നേ. ഏത് കാരണാ ചേട്ടാ? അതെ രാജി, ആ വിഷ്ണു കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, അതിന്റെ ഓണറുടെ മകൻ കരൺ എന്ന പേര്. അവൻ എന്തിനാ ഇവിടെ വന്നത്? അർജുൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഇവിടെ അന്വേഷിച്ചു വന്നതാ. എന്ത്? അർജുനെ അന്വേഷിച്ചു വന്നെന്നോ? അത്രയും വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥന്റെ മകൻ കുറച്ചുനാൾ അവിടെ ജോലി ചെയ്തിരുന്ന ഒരാളെ തേടി ഇത്രയും ദൂരം വന്നെന്നോ? ഇത് വലിയ അത്ഭുതമായിരിക്കുന്നല്ലോ. അർജുനെ കാണാത്തതുകൊണ്ട് ഇത്രയും ദൂരം അന്വേഷിച്ചു വരാൻ അർജുൻ എന്താ കരണിന്റെ ചേട്ടനോ അനിയനോ ആണോ? ഇതെന്ത് അത്ഭുതം നോക്കിയേ. എനിക്ക് ഇതേ സംശയം വന്നിട്ട് ഞാൻ ആ കരണിനോട് ചോദിച്ചു. അർജുന്റെ അനിയനെ പോലെയാ അയാൾ സംസാരിച്ച്. നോക്കു രാജി, ഒരു കമ്പനിയിൽ നിന്ന് രാജിവെച്ചതിന് ശേഷം അടുത്ത കമ്പനിയിൽ ചേർന്നിട്ട് അനിയനെ പോലെ കരുതി വീട്ടിലെത്തിയിട്ടില്ല എന്നും പറഞ്ഞ് അന്വേഷിച്ചു വരണമെങ്കിൽ ആ പ്രവൃത്തിയിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്നാ തോന്നുന്നേ. എനിക്കും അതേ സംശയമാ തോന്നുന്നേ. ഇന്നല്ല, വിക്രമിന്റെ അടുത്ത്
അർജുൻ ജോലിക്ക് ചേർന്ന അന്നു മുതൽ അവനിവിടെ ജോലി ചെയ്യാൻ വേണ്ടി വന്നതാണോ അതോ ആ മായക്കാരിയായ അനന്യയെ പ്രേമിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണോന്നും അറിയില്ല. മുഴുവൻ സമയം അവളുടെ പുറകെ നടക്കുന്നതല്ലാതെ ഒരു ജോലിയും ചെയ്യുന്നത് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അല്ല, അർജുൻ വന്നത് അറിഞ്ഞിരുന്നെങ്കിൽ അനന്യ മുറി വിട്ട് പുറത്തു വരുമായിരുന്നല്ലോ. അയ്യോ, മുറിയും അടച്ചിരുന്ന് അതിനകത്ത് എന്തോ ധ്യാനം ചെയ്തോണ്ടിരിക്കുക. ഇന്ന് സൂര്യഗ്രഹണമല്ലേ? അവൾ ധ്യാനം ചെയ്യുവാണോ അതോ വേറെന്തെങ്കിലും ചെയ്യുവാണോ എന്ന് ആർക്കറിയാം. അല്ല, ഏട്ടൻ അവളുടെ റൂമിൽ CC ക്യാമറ വെച്ചിട്ടില്ലേ? അത് പ്ലേ ചെയ്ത് നോക്ക്. അവള് റൂമിലിരുന്ന് എന്താ ചെയ്യുന്നതെന്ന് ലൈവായിട്ട് കാണാം. അതങ്ങനെ ഒന്നും പ്ലേ ചെയ്യാൻ പറ്റില്ല രാജി. CC ക്യാമറയിൽ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിലാ എല്ലാം റെക്കോർഡ് ചെയ്യുന്നേ. അത് എടുത്തുകൊണ്ട് വന്ന് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണം. അതിനുശേഷമേ കാണാൻ പറ്റൂ. ആദ്യം അത് പോയി എടുത്തോണ്ട് വാ. ഞാൻ എങ്ങനെയാ എടുത്തോണ്ട് വരുന്നേ? അത് റൂമിനകത്തല്ലേ ഉള്ളത്. വെറുതെ ഞാൻ മുറിയിലേക്ക് കയറി ചെന്നാൽ അനന്യക്ക് അത് സംശയം ഉണ്ടാക്കില്ലേ? സംശയം തോന്നിയാൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തത് അവൾ കണ്ടുപിടിക്കും. അതും ശരി തന്നെയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ, ഇപ്പോഴേ എനിക്ക് ഓർമ്മ വന്നേ. അവളെന്തായാലും ധ്യാനം ചെയ്തോണ്ടിരിക്കുവായിരിക്കുമല്ലോ. അതെ. അങ്ങനെയെങ്കിൽ ഏട്ടൻ CC ക്യാമറയിൽ നിന്ന് മെമ്മറി കാർഡ് എടുത്തോണ്ട് വരുന്നത് ധ്യാനത്തിലിരിക്കുന്ന അനന്യ എങ്ങനെ അറിയാനാ? അത് ശരിയാണല്ലോ. എനിക്കിങ്ങനെ തോന്നിയില്ലല്ലോ. നിക്ക്, ഞാൻ ഇപ്പൊ തന്നെ പോയി എടുത്തോണ്ട് വരാം. എന്താ ഇത്? എന്താ ഇങ്ങനെ സംഭവിച്ചേ? ആരോ എന്നെ ഒരു നിമിഷത്തേക്ക് തടഞ്ഞതുപോലെ. എന്തിനു വേണ്ടി? എന്റെ ഏതോ ഒരു ശത്രു ഇതുവഴി കടന്നുപോയതുപോലെ എനിക്ക് തോന്നി. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എന്റെ തപസ് തടസ്സപ്പെടുത്തുവാൻ ആ നാഗകന്യകയുടെ പ്രവൃത്തിയായിരിക്കും ഇത്. അവളുടെ വലയിൽ ഞാൻ വീഴാൻ പാടില്ല. ഞാൻ പരാജയപ്പെടരുത്. ജയിക്കേണ്ടവനാണ് ഞാൻ. എനിക്ക് ജയിച്ചേ മതിയാവൂ. ഓം നമ ശിവായ. നാഗകന്യക, നാഗകന്യക, തക്ഷകവനത്തിലെ നാഗകന്യക. ഇത്രയും നാളത്തെ കാത്തിരിപ്പിന് ഫലമുണ്ടായി. ഇന്ന് നീ എന്റെ വലയിൽ വീണിരിക്കും. ഇനി നിനക്ക് രക്ഷയില്ല. നിന്നെ കൊന്ന നാഗമാണിക്യം എവിടെയുണ്ടെങ്കിലും ഞാൻ സ്വന്തമാക്കിയിരിക്കും. നാഗകന്യകെ, ഇനി നിന്റെ ആയുസ് ഞാൻ തീരുമാനിക്കും. ഇനി നിന്റെ ജീവൻ എന്റെ കയ്യിലായിരിക്കും. ജയ് മഹാകാല.
ഈശ്വര, ഇന്ന് സൂര്യഗ്രഹണമാണ്. ഇന്ന് അങ്ങേക്ക് പൂജ ചെയ്ത് ആ അഭിഷേക തീർത്ഥം എന്റെ അമ്മയുടെ മൃതദേഹത്തിൽ തളിക്കണം. എന്റെ അമ്മയുടെ ശരീരം കുറച്ചുനാൾ കൂടി, അതായത് നാഗമാണിക്യം ലഭിക്കുന്നത് വരെ, അത് കഴിഞ്ഞ് എന്റെ അമ്മയ്ക്ക് പുനർജീവൻ ലഭിക്കുന്നത് വരെയും നശിച്ചു പോകാതെ ഇരിക്കണം. ഭഗവാനെ, എന്റെ അമ്മയുടെ മൃതശരീരം ഇപ്പൊ അങ്ങയുടെ സന്നിധിയിലാണുള്ളത്. എന്റെ അമ്മയെ ഇനി അങ്ങാണ് സംരക്ഷിക്കേണ്ടത്. രക്ഷിക്കണേ ഭഗവാനെ, കരുണ കാണിക്കണേ. എന്റെ അമ്മയ്ക്ക് ഇനിയും ആയുസ് നൽകി അങ്ങ് എന്റെ ആഗ്രഹം സഫലമാക്കണം. അനന്യ, സൂര്യഗ്രഹണം ആരംഭിക്കുന്ന സമയമാണിത്. ശിവലിംഗത്തെ പൂജ ചെയ്യാൻ തയ്യാറായിക്കോളൂ. ഞാൻ തയ്യാറാണ് ചെറിയമ്മേ. അനന്യ, ഒരു കാര്യം കൂടി. ഇവിടെ നോക്ക്, സൂര്യഗ്രഹണം അവസാനിച്ച് നക്ഷത്രം ഇന്ന് രാത്രി മാറുന്നത് വരെ നിന്റെ അമ്മയുടെ ശരീരം ശിവന്റെ സന്നിധിയിൽ ഇരിക്കട്ടെ. ശുഭനക്ഷത്ര സമയത്താണ് നിന്റെ അമ്മയുടെ ശരീരം അവിടെ നിന്ന് എടുക്കേണ്ടത്. ഓർമ്മയിൽ വെച്ചോ, നക്ഷത്രം മാറുന്നത് വരെയും നിന്റെ അമ്മയുടെ ശരീരം അവിടെ നിന്നും എടുക്കാൻ പാടില്ല. അങ്ങനെ ആയിക്കോട്ടെ ചെറിയമ്മേ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അമ്മയുടെ ശരീരം ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഇത് ഞാനാ സംസാരിക്കുന്നത് ജോത്സരെ. നിങ്ങളുടെ കൊച്ചുമോൻ വീട്ടിലേക്ക് വന്നോ? ഇല്ല, അവൻ ഇതുവരെ വന്നില്ല. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ പഞ്ചാംഗം നോക്കി ഒന്ന് പറയുവോ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? അവനൊന്നും സംഭവിക്കാതെ അർജുൻ എപ്പോ വീട്ടിലേക്ക് വരുമെന്ന് പറയുവോ? ഇന്ന് സൂര്യഗ്രഹണമാണ്. രാഹു ഇന്ന് വളരെ ദുർബലനും. സൂര്യഗ്രഹണത്തിന് മുമ്പ് നിങ്ങളുടെ കൊച്ചുമകൻ വീട്ടിലേക്ക് വന്നാൽ അവന് യാതൊരു ആപത്തും ഉണ്ടാവില്ല. അഥവാ അവൻ തിരികെ എത്തിയില്ലെങ്കിൽ അവന്റെ ആയുസ് അത്രയേ ഉള്ളൂ എന്ന് കരുതുക. അയ്യോ ജോത്സരെ, സർപ്പം കാരണം കഷ്ടപ്പെടുന്ന എന്റെ പേരുകുട്ടിക്ക് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അങ്ങ് എന്തെങ്കിലും ഒരു പരിഹാരം പറയണം. ഞാൻ പറഞ്ഞതുപോലെ നാഗപൂജകൾ ചെയ്ത് നാഗദോഷവും നിവർത്തിച്ച് അവന്റെ കല്യാണം നടത്തിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ കൊച്ചുമകൻ ഈ അവസ്ഥ വരില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ എന്റെ വാക്കനുസരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അവന്റെ കല്യാണം നടത്താതിരുന്നതുകൊണ്ട് ഇന്നവന്റെ ജീവന് തന്നെ ഭീഷണിയായിരിക്കുകയാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത് ജോത്സരെ? അർജുന്റെ കല്യാണ കാര്യം എന്റെ മക്കളോട് എത്ര പറഞ്ഞിട്ടും അവരത് കാര്യമായിട്ട് എടുക്കുന്നില്ല. ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുക. എന്റെ പേരക്കുട്ടിയെ രക്ഷിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറയൂ. ഇനി നിങ്ങളുടെ കൊച്ചുമകന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശക്തി ആ മൃത്യുഞ്ജയനേയുള്ളൂ. അതുകൊണ്ട് പ്രാർത്ഥിച്ചോളൂ. അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കൊച്ചുമകൻ എന്ത് ആപത്തിൽപ്പെട്ടാലും അദ്ദേഹം രക്ഷിക്കും. അതുകൊണ്ട് എല്ലാവരും സൂര്യഗ്രഹണം കഴിയുന്നതുവരെ മൃത്യുഞ്ജയനോട് പ്രാർത്ഥിക്കണം. അത് ചെയ്യാൻ ജോത്സരെ, ഞങ്ങൾ എല്ലാരും പ്രാർത്ഥിക്കാം. ഈശ്വരൻ രക്ഷിക്കും. നല്ലതേ വരൂ. ചെറിയച്ച,
ഇവിടെ എന്ത് ചെയ്യോ? എന്താ മോളെ, ഞാൻ എന്താ ചെയ്തേ? അതല്ല, അനന്യയുടെ മുറി എന്തിനാ തുറക്കുന്നതെന്ന് അറിയാനാ. എന്താ മോളെ ഇങ്ങനെ ചോദിക്കുന്നേ? ഇത് നമ്മുടെ വീട് തന്നെയല്ലേ? എനിക്ക് പോകേണ്ടടുത്തൊക്കെ പോകാൻ സ്വാതന്ത്ര്യമില്ലേ? അതുകൊണ്ടല്ല ചെറിയച്ച. എനിക്ക് അനന്യയുമായിട്ട് അല്പം സംസാരിക്കണം. അതിനു വേണ്ടി അങ്ങോട്ട് വന്നേ. നീ എന്താ ഇത്? ഞാനെന്തോ മോഷ്ടിക്കാൻ വന്നതുപോലെ അനന്യയുടെ മുറിയിൽ എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നത്? ചേച്ചേ, ഞാൻ അങ്ങനെ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. അത് ഞാൻ പറയുന്നതുകൊണ്ട് ചെറിയച്ചനൊന്നും തോന്നരുത്. ഇത് സൂര്യഗ്രഹണമല്ലേ? ഗ്രഹണം കഴിയുന്നതുവരെ ധ്യാനം ചെയ്യണമെന്നും എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്നും അവൾ പറഞ്ഞിരുന്നു. ചെറിയച്ചൻ അനന്യയുടെ റൂമിൽ പോവുമല്ലേ, അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോദിച്ചത്. ഓ, അങ്ങനെയാണോ? എനിക്ക് ആ കാര്യം അറിയില്ലായിരുന്നു. നീ എന്തോ സംശയിക്കുന്ന പോലെ തോന്നിയിട്ടാ ഞാൻ ദേഷ്യപ്പെട്ടത്. സോറി സരോജ. അത് സാരമില്ല ചെറിയച്ച. പിന്നെ അനന്യയോട് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എന്താ അത്? അത് അനന്യോട് തന്നെ പറയാനുള്ളതാ. അവളുടെ ധ്യാനം കഴിയട്ടെ, അതിനുശേഷം സംസാരിക്കാം. ശരി. അയ്യോ ദൈവമേ, ഞാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അർജുനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല. ഒടുവിൽ അവന് നാഗത്താൽ തന്നെ ആപത്ത് വന്നിരിക്കുന്നു. അർജുൻ ഇന്ന് ഈ വീടിന് പുറത്തിറങ്ങാതിരിക്കാൻ നമ്മളെല്ലാവരും ഒരുപാട് ശ്രദ്ധിച്ചിട്ടും ഒടുവിൽ നമ്മളെ എല്ലാവരെയും പറ്റിച്ചവൻ പുറത്തിറങ്ങി. അമ്മേ, അർജുന്റെ തലയിൽ വരച്ചിരിക്കുന്നത് ആരെ കൊണ്ട് മാറ്റാൻ കഴിയുന്നതല്ലെന്ന് ഇന്ന് ആ ദൈവം തെളിയിച്ചു കഴിഞ്ഞു. അവനെ നമ്മൾ എത്ര തടയാൻ ശ്രമിച്ചാലും, നമ്മൾ എന്തൊക്കെ ചെയ്താലും അനുഭവിക്കാനുള്ളത് അനുഭവിച്ചേ തീരൂന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ? അർജുന് സർപ്പദോഷമുണ്ടെന്ന് ജ്യോത്സ്യര് പറഞ്ഞ അന്നു മുതല് അവനെ നാഗവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും അകറ്റി നിർത്തി. എന്നിട്ട് പോലും ഒടുവിൽ അവനെ നമുക്ക് രക്ഷിക്കാനായില്ല. അവസാനം അവന് നാഗത്താൽ തന്നെ ആപത്ത് വന്നില്ലേ? അമ്മ വിഷമിക്കാതിരിക്കെ. അർജുന്റെ തലയിൽ വരച്ചിരിക്കുന്നത് മായ്ച്ചു കളയാൻ നമ്മളെ കൊണ്ട് കഴിയില്ലെന്ന് ദൈവം തെളിയിച്ചു കഴിഞ്ഞു. നമുക്ക് കുറച്ചു നേരം കൂടി കാത്തിരിക്കാം. കാത്തിരിക്കുന്നത് എന്തിനാ? നാഗത്താൽ അവന്റെ ജീവന് ആപത്തല്ലേ? അവൻ വീട്ടിലേക്ക് വരുമോ എന്തോ, അവൻ ജീവനോടെ ഉണ്ടോ എന്തോ. ദയവ് ചെയ്ത് അമ്മ ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മകൻ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ജ്യോത്സ്യർ പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലാം. ബാക്കിയെല്ലാം ഈശ്വരന് വിട്ടുകൊടുക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ഞാനാണ് കാരണം. അവന് പുറത്തു പോവാനായി ഞാൻ കഥക് തുറന്നു കൊടുക്കാതിരുന്നെങ്കിൽ അർജുൻ ഈ ആപത്തൊന്നും സംഭവിക്കില്ലായിരുന്നു. അവന്റെ വാക്കുകളിൽ വീണ് ഞാൻ തെറ്റ് ചെയ്തു. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല മയൂരി. കരയല്ലേ മോളെ? ഇല്ലമ്മേ, അർജുനെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവന്റെ വാക്കിൽ മയങ്ങി നിങ്ങൾ പറഞ്ഞത് കേൾക്കാതെ, നിങ്ങൾ പോലും അറിയാതെ അവന് പുറത്തു പോകാനായി ഞാൻ കഥക് തുറന്നു കൊടുത്തു. നമുക്കെല്ലാവർക്കും ഇനി മൃത്യുഞ്ജയ മന്ത്രം ജപിക്കാം. അത് മാത്രമേ ഇനി നമുക്ക് ചെയ്യാനാവൂ. വന്നോളൂ.